ഹായ് നമസ്കാരം, അഭിലാഷ് ഏട്ടയാണ്. അപ്പൊ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന കുറെ താരങ്ങൾ ഇപ്പൊ നമ്മുടെ കൂടെയുണ്ട്. അത് നമ്മുടെ ഒരുപാട് സിനിമകൾ ചെയ്യുന്ന നമ്മുടെ ചങ്കെ നമസ്കാരമുണ്ട്. പേരൊന്ന് പറഞ്ഞേരെ. അയ്യോ, അഭിലാഷ് ആട്ടയത്തെ പോലെ അഭിലാഷ് ചോറ്റാനിക്കര അല്ലേ? അപ്പൊ എങ്ങനെയുണ്ട് സിനിമ അഭിനയൊക്കെ എങ്ങനെ പോകുന്നു? കുഴപ്പമില്ല, അങ്ങനെ ചെറിയ രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നു. എല്ലാവിധ ആശംസകളും അല്ലേ? ഇനി തകർത്തു പാട്ടെ. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ വൈറലായ നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് പ്രിയ ഒരു ബ്ലോഗറാണ്. എന്തായാലും സിനിമ കാര്യങ്ങൾ കാണാൻ എത്തിയതാണ്. അവിടെ കണ്ട് സന്തോഷമായിട്ട് നിൽക്കുവാണല്ലേ? പ്രിയ എന്ന് പറഞ്ഞേര് പേര് പ്രിയ. സ്ഥലം തൃശ്ശൂര്. പൂരങ്ങളുടെ നാട്. നേരെ പൊളി. സിനിമയെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരാളാണ്. സിനിമയ്ക്ക് വേണ്ടി അല്ലു അർജുൻ കേൾക്കണവരെ ഷെയർ ചെയ്യാം കേട്ടോ. അല്ലു അർജുന്റെ ആരാധികയാണ്. എന്തായാലും അല്ലു അർജുനെ നേരിട്ട് കാണാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ. അതുപോലെ തന്നെ നമുക്ക് ഒരു അണ്ണനുണ്ട്. അണ്ണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കങ്കുവ സിനിമയിലൂടെ അല്ലെ? കങ്കുവ സിനിമയിലൂടെ വൈറലായ കങ്കുവാണ്. അഭിലാഷേ കേറിക്ക്. കങ്കുവാണൻ വന്നിട്ടുണ്ടല്ലോ. ഈ തങ്കുവാണനെ കാണാൻ വേണ്ടി കങ്കുവാണനെ കാണാൻ വേണ്ടി ദൂരെ ആൾക്കാർ വന്നു പറഞ്ഞില്ലേ? തങ്കുവയല്ല കങ്കുവ. എന്തായാലും സൂര്യനെ ആരാധിക്കുന്നുണ്ടല്ലേ? സൂര്യയുടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അല്ലേ? ഇതിപ്പോ വേറെ അല്ലു അർജുൻ അതാട്ടോ വൈറലായത് കേട്ടോ. എന്തായാലും അല്ലു അർജുൻ ഫാനാണ്. ഓക്കെ. അതുപോലെ നമ്മുടെ സുഹൃത്ത് ടിൻസ പടം എങ്ങനെ ഉണ്ടായിരുന്നു? ഗംഭീരായിരുന്നു. ഇഷ്ടപ്പെട്ടു. ഭഗത് അല്ലു അർജുൻ മാസ് അല്ലെ? പൊളിച്ചു. ഓക്കെ. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ സിനിമയിലൂടെയും സീരിയലിലൂടെയും ഷോർട്ട് ഫിലിമിലൂടെ നമ്മുടെ നൻപ പേരെന്ന് പറഞ്ഞ പ്രഷർക്ക് വേണ്ടി എന്റെ ശ്രീധർ പെരുമ്പാവൂർ എന്നാണ് പേര്. ഞങ്ങൾ ചങ്കളാണ്. ഇപ്പൊ സിനിമ റിവ്യൂ ചെയ്യുന്നുണ്ട് അദ്ദേഹം. റിവ്യൂ ചെയ്യുന്നുണ്ട്. നല്ല സിനിമകൾ നല്ലതെന്നും ഇഷ്ടപ്പെടാതെ തുറന്നു പറയുന്ന ഒരാളാണ്. ആർക്കും ദേഷ്യം തോന്നിട്ട് കാര്യമില്ല. കാരണം ഇത് പൈസ മുടക്കി കാണുന്നതാണ്. അപ്പൊ നമ്മള് ഒരാളെ വിളിച്ച് പറ്റിക്കുന്നതിന് ഒരു മര്യാദയൊക്കെ ഉണ്ട്. എല്ലാ പടത്തിനും അഭിപ്രായങ്ങളും കാണിക്കാം. പക്ഷെ നല്ല സിനിമകൾ തെരഞ്ഞെടുത്ത് കാണുന്ന ഒരാളാണ്. അതിന് ഞാൻ അംഗീകരിക്കുന്നു. എന്തായാലും ഇനി സിനിമകളായിട്ട് മുന്നോട്ട് പോട്ടെ. ഇപ്പൊ നമ്മുടെ കൂടെ ഒരു ബോച്ചേനെ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ നിങ്ങൾ. ബോച്ച എങ്ങനെ വന്നു ഇവിടെ? നമസ്കാരം. അപ്പൊ നിങ്ങൾ സിനിമ കാണാൻ വന്നതല്ലേ? അതെ. എങ്ങനെയുണ്ടായിരുന്നു പടം? ഞാൻ റിവ്യൂ കൊടുത്തതൊക്കെ കുറച്ച് നെഗറ്റീവായിട്ട്. ഞാൻ സിനിമാക്കാരാണ്, ഒരിക്കലും അങ്ങനെ കൊടുക്കാൻ പാടില്ല. അല്ല, നിങ്ങളുടെ കാശ് കൊണ്ട് കണ്ട പടം നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചെയ്യാലോ. എന്ന് വെച്ചാൽ ഇഷ്ടപ്പെട്ടു എന്ന് പറയാം. എന്തായാലും അതല്ല ഇവിടെ ചോദിക്കണം. എന്തായാലും ഈ ബോച്ചയായിട്ട് എങ്ങനെ മുന്നോട്ട് പോകണം? ബോച്ചയായിട്ട് ഞാൻ ഒരുപാട് പടങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ സമയത്തൊന്നും ആളുകൾ അറിയപ്പെടുന്ന ഒരു സംഭവമല്ല. ഈ ബോച്ചയുടെ ഒരു വീഡിയോ ചെയ്തതിന് ശേഷം ഒരു 3 മില്യൺ വ്യൂസ് ഒക്കെ കണ്ടു. പക്ഷെ വേറെ ബോച്ചയുടെ ലുക്കിലുള്ളതുകൊണ്ട് ബോച്ച കഴിഞ്ഞ ദിവസം വിളിച്ചു സൗഹൃദം അല്ലെ? ബോച്ചയുടെ സൗഹൃദമായി വിളിച്ചു അല്ലെ? അപ്പൊ വലിയൊരു അനുഗ്രഹമായി പുള്ളി ഷെയർ ചെയ്തിട്ടുണ്ട് വീഡിയോസ്. നിങ്ങളുടെ വീഡിയോ ഭയങ്കര വൈറലാണ്. കാരണം കളിയാക്കാണ്ട് ബോച്ച അനുകരിക്കുന്ന ഒരു കലാകാരനാണ് അല്ലെ? നല്ല സന്തോഷമുണ്ട് കാണാൻ സാധിച്ചു. ഇപ്പൊ നിഷാദ് അല്ലേ? നിഷാദ് ഒരുപാട് സിനിമകളൊക്കെ അഭിനയിക്കുന്ന ആളാണോ? ബോച്ച മാത്രമല്ല, സിനിമ സീരിയൽ എല്ലാം ചെയ്യുന്നുണ്ട്. പുതിയ പടങ്ങൾക്ക് എല്ലാവിധ ആശംസകളും. അപ്പൊ ചങ്കെ നമ്മുടെ പ്രിയ ഇവിടെ അല്ലു അർജുന്റെ നായിക ഇവിടെ ഉണ്ടല്ലോ അല്ലേ? ഓക്കെ, എല്ലാവർക്കും ഇവിടെ കങ്കുവ ടിൻസേ. അപ്പൊ അല്ലു അർജുൻ പടം കാണാനായിട്ട് ഞങ്ങള് വന്നപ്പോൾ ഒന്ന് കൂട്ടി. ഓക്കെ.